ADMK നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് തത്സമയം. സ്വാധീനം തീർച്ചയായിട്ടും കാണും. അല്ലെങ്കിൽ മാറ്റി മാറ്റി പിന്നെ മൊഴി മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ലോ കളക്ടർക്ക്. ഈ ഒരു പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട ഒരു ജനപ്രതിനിധിക്ക് ഇത്രയേറെ വിദ്വേഷം ഇദ്ദേഹത്തോട് തോന്നേണ്ട കാര്യമുണ്ടോ? അതിനുള്ളിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുള്ളതായി സംശയിക്കുകയോ മറ്റെന്തെങ്കിലും തെളിവുകളോ? ഇതിപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു, മറ്റെന്തെങ്കിലും കാരണമുള്ളതായിട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ ഒരു പെട്രോൾ പമ്പിൻ്റെ കാര്യമായിട്ട് മാത്രമായിട്ടൊരു വിരോധം ഉണ്ടാവേണ്ട കാര്യമില്ല. ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വന്ന ശേഷം പോരാട്ടം തുടരും, വാമൂടി വയ്ക്കാൻ തയ്യാറല്ല എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ PP ദിവ്യയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. മേഡം അത് വാർത്തയിലെങ്കിലും കണ്ടിരുന്നോ? അതെ, അവർക്ക് എന്ത് വേണേലും ചെയ്യാമല്ലോ. എനിക്ക് അതിന് മറുപടിയൊന്നും പറയുന്നില്ല. എന്ത് വേണേലും ആകാമല്ലോ. നമുക്ക് ആദ്യഘട്ടത്തിൽ പിന്തുണ നൽകിയിരുന്ന പലരും പിന്നീട് നയം മാറ്റുന്ന നിലപാട് മാറ്റുന്ന രീതി കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ നേരിടുന്നത്? പിന്നെ ഞങ്ങളേതായാലും പിന്നെ ലീഗൽ ബാറ്റിലുമായിട്ട് മുമ്പോട്ട് പോവാം. ഈ പെട്രോൾ പമ്പിന്റെ വിഷയമല്ലാതെ എപ്പോഴെങ്കിലും നവീൻ ബാബു സാർ വേറെ എന്തെങ്കിലും കാര്യത്തിന് അദ്ദേഹത്തിന്റെ മുകളിൽ സമ്മർദ്ദമുണ്ട് എന്ന് സൂചിപ്പിച്ചിരുന്നു? അതെ, മറ്റ് ബന്ധുക്കളോട് പലരോടും ഇതുപോലെ സമ്മർദ്ദമുണ്ടെന്ന് സൂചിപ്പിച്ചതായിട്ട് അറിയുന്നു. അത് ഏത് വിഷയങ്ങൾക്കായിരുന്നു, ഏത് കാര്യങ്ങൾക്കുള്ള അനുമതിക്കായിട്ടായിരുന്നു? അത് പിന്നീട് ഒരു അവസരത്തിൽ പറയാം. അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഒരു പക്ഷേ അത്തരം കാര്യങ്ങളായിരിക്കുമോ ഇപ്പോഴുള്ള ഈ ഒരു അത്തരം സംഭവങ്ങളിലേക്ക് നയിച്ചത്? അതെ ആയിരിക്കാം. കുടുംബത്തിന്റെ പരാതികൾ, ആരോപണങ്ങൾ ശരിയെന്ന് തെളിയിക്കുന്ന തരത്തിൽ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്നതാണ് മഞ്ജുഷ വ്യക്തമാക്കുന്നത്. നിയമ നടപടികളുമായി മുന്നോട്ടു പോകും എന്നുകൂടി നവീൻ ബാബുവിന്റെ ഭാര്യ മാധ്യമങ്ങളോട് പറയുന്നു.